ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലോങ് വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു ഫെവിക്രിലിൻ്റെ മോൾഡിറ്റി എന്ന് പറയുന്ന ക്ലേ വാങ്ങിയിട്ട് കുറേ ആയിട്ടോ. ഇത് വെച്ചിട്ട് കാര്യമായിട്ട് ഒരു ലോങ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഇതുവരെ അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാനിത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ക്യൂട്ടായിട്ടുള്ള പെൻഡൻസ് ആണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ മുന്നേ ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോർട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ കയറി കഴിഞ്ഞപ്പോൾ അതിൽ കുറേ ക്യൂട്ടായിട്ടുള്ള പെൻഡൻറ്റ് ചെയ്യുന്ന കുറേ വർക്ക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ ഫെവിക്രിലിൻ്റെ മോൾഡിറ്റി എന്ന് പറയുന്ന ക്ലേ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് റെസിനും ഹാർഡ്നർ എന്ന് പറയുന്ന രണ്ട് സംഭവമുണ്ട്. അത് രണ്ടും മിക്സ് ആക്കിയിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര മാത്രം എടുത്ത് മിക്സ് ആക്കിയാൽ മതി. കാരണം കുറച്ച് കഴിഞ്ഞാൽ അത് ഹാർഡായി പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് പെൻഡൻറ്റിൻ്റെ പണി ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതൊരു ഷെല്ലിനകത്ത് പേള് വരുന്ന രീതിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ചെയ്ത് വരുമ്പോൾ ബക്ക അതുപോലെ ആവുമോ എന്നുള്ളത് ഭയങ്കര ഡൗട്ടായിരുന്നു. എന്തായാലും ഫൈനൽ ലുക്ക് വലിയൊരു കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലേ ചെയ്യുമ്പോൾ ഷേപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കിട്ടുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കുട്ടി ഉണ്ടാക്കിയതാണ് ഈ 4 പെൻഡൻസ്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു കുട്ടി ഹാർട്ടാണ്. അത് ഭയങ്കര ചെറുതാണ് കേട്ടോ. അപ്പോൾ ഷേപ്പ് ചെയ്ത് അതിൻ്റെ ആ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കെല്ലാം സ്പീഡിൽ 4 മിനിറ്റിൽ സംഭവം തീരും. നമ്മളത് ചെയ്യുമ്പം കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ ചെയ്ത വർക്ക്സ് ആണ് കേട്ടോ. നമ്മളൊരു കുട്ടി സ്ട്രോബെറി ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു ഫ്ലവറും കൂടെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു യെല്ലോ വൈറ്റ് വരുന്ന ഒരു സൺഫ്ലവർ അല്ല, വേറെ എന്തോ ഒരു ഫ്ലവർ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ചെയ്ത് ഇനി ഇത് കുറച്ച് സമയം ഉണങ്ങാനായിട്ട് വെക്കണം. ഈ ഒരു ക്ലേ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ടൈമൊന്നും എടുക്കുന്നില്ല ഉണങ്ങാനായിട്ട്. അങ്ങനെ നമ്മൾ ടോട്ടൽ ഇത്ര ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ 2 നമ്മൾ ഷോർട്സ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അങ്ങനെ അതെല്ലാം ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രിയിലാണ് കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാരണം വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. പിന്നെ അത് ഉണങ്ങിയൊക്കെ സെറ്റായി വന്നപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വലിയ പണി പെയിന്റ് അടിക്കാനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഒരു സൈഡ് പെയിന്റ് അടിക്കും, മറ്റേ ഭാഗം കയ്യിലായിട്ടുണ്ടാവും. പിന്നെ അത് അപ്പുറം തിരിച്ച് വീണ്ടും അടിക്കും. അങ്ങനെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും പെയിന്റ് അടിക്കുന്ന പണി തന്നെയായിരുന്നു. പിന്നെ വൈറ്റ് പെയിന്റ് അടിക്കുമ്പോൾ അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ 3-4 കോട്ടെങ്കിലും അടിച്ചാൽ അത് ഫുൾ കവറായിട്ട് നിൽക്കുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലേന്റെ കളർ ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ ഞാൻ കുറേ ടൈം അത് അടിച്ചും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. അങ്ങനെ ഇതെല്ലാം ഒന്ന് ഉണങ്ങി വന്നിട്ട് ഒരു ചെയിനിലിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ആകപ്പാട് ഒരു ചെയിനേ ഉള്ളൂ. അതിലാണ് ഞാൻ എല്ലാം ഇട്ട് നോക്കുന്നത്. ഇട്ട് നോക്കിയിട്ട് അത് ഊരി കഴിഞ്ഞിട്ട് അടുത്തിട്ട് നോക്കും. എന്താണെങ്കിലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. അതിൽ ഏറ്റവും കൂടുതൽ ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ളത് പ്രത്യേകം ഒന്ന് കമൻറ്റ് ചെയ്യണേ.